സർ, ഈ തരൂരിനെയും ബ്രിട്ടാസിനെയൊക്കെ ഇപ്പോൾ കേന്ദ്രം ട്രാപ്പിലാക്കി എന്ന് തന്നെ പറയാം. ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ബ്രിട്ടാസ് ഒക്കെ ഇവിടെ വന്ന് വലിയ കൊലവിളി തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഘർഷവുമായി ബന്ധപ്പെട്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു പര്യടനവുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് എന്തായിരിക്കും പറയുന്നത്? അല്ല, അവിടെ ചെന്ന് ഇന്ത്യയുടെ വിദേശ നയത്തെപ്പറ്റി, പഹൽഗാമുമായി ബന്ധപ്പെട്ട് നടത്തിയ തിരിച്ചുള്ള സ്ട്രൈക്കിനെ പറ്റി, അല്ലെങ്കിൽ ആ യുദ്ധം എന്ന് പറയാൻ പറ്റത്തില്ല, അതിനെപ്പറ്റിയൊക്കെ കൃത്യമായി ഇന്ത്യയുടെ ഭാഗം പറഞ്ഞല്ലേ പറ്റുള്ളൂ. അതിനകത്ത് BJP രാഷ്ട്രീയമായ ഒരു കളി കളിച്ചു എന്ന് എനിക്കറിയാം, നമുക്ക് തോന്നുന്നുണ്ട്. രാഷ്ട്രീയ കളി തന്നെയാണല്ലോ. കാരണം കോൺഗ്രസ്സുകാർ കൊടുത്ത പട്ടികയിൽ തരൂരുണ്ടായിരുന്നില്ലല്ലോ. സത്യത്തിൽ തരൂരായിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ. കാരണം തരൂരിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മൾ കണ്ടല്ലോ, ഐ എം വെരി മച്ച് ഓണേർഡ് എന്നാണ് പറഞ്ഞത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തരൂരിൻ്റെ ഇന്ന് വരെ തരൂരിൻ്റെ ഭാഷാ വൈദഗ്ധ്യത്തെയോ അല്ലെങ്കിൽ തരൂരിൻ്റെ നയതന്ത്ര ബന്ധങ്ങളെയോ തരൂരിനുള്ള ചില ഒരു ഓറയുണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെയൊന്നും കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ചിട്ടേയില്ല. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടി അങ്ങനെയാണ്, ഞണ്ടുകളുടെ ലോകമാണ്. ഒരു ഞണ്ട് മുകളിലോട്ട് കയറ്റി വിടത്തില്ല. കാരണം തരൂർ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, തരൂർ വലിയൊരു ഗ്ലോബൽ ഫെയിമുള്ള ഒരാൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ചിലർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ തരൂരിനെ അവരിങ്ങനെ ഒതുക്കി വെച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ഒരു ആവശ്യം കേന്ദ്രം ഉന്നയിക്കുമ്പോൾ ആ ലിസ്റ്റിൽ പോലും തരൂരില്ലാതെ പോയത്. സത്യത്തിൽ തരൂരിനെ ഫസ്റ്റ് പ്രയോറിറ്റി തരൂരിനല്ലേ കൊടുക്കുന്നത്. തരൂർ എവിടെ നിന്നാണ് വന്നത്? ഇത്തരം വേദികളിൽ നിന്ന് വന്ന് കോൺഗ്രസിലേക്ക് വന്ന ഒരാളാണ്. അയാൾക്ക് അത്തരം ഒരു വേദി, ഒരു അവസരം നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അസൂയയും കുശുമ്പും തന്നെയാണ്, ഒരു സംശയ വിഷയത്തിലില്ല. അവിടെയാണ് അദ്ദേഹത്തെ പിടിച്ച് അതിൻ്റെ ലീഡറാക്കുന്ന ഒരു തന്ത്രം, ഒരു പൊളിറ്റിക്കൽ തന്ത്രം BJP എടുത്തത്. ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇതൊരു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നൊരു വിഷയത്തിൽ അത്തരമൊരു രാഷ്ട്രീയം എടുത്തതിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിൽ പോലും തരൂരിന് അത്തരമൊരു അവസരം കിട്ടിയതിൽ വ്യക്തിപരമായി സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ കാരണം രാഷ്ട്രീയം അങ്ങേയറ്റം മോശമാണെന്നും അങ്ങേയറ്റം വൾഗറാണെന്നും കഴിവുള്ളവർക്കൊന്നും ഒരു സ്പേസും ഇല്ലെന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ തരൂരിനെ ഇഷ്ടമാണ്. അപ്പോൾ അത്തരത്തിലുള്ളവരെയൊക്കെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ, ഏത് പാർട്ടിയും പ്രൊമോട്ട് ചെയ്യുമ്പോൾ നല്ല ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കും, അല്ലേ? അല്ലേ? ശരി, അത് അതിൻ്റെ ഒരു സത്യമാണത്. അപ്പോൾ ആ സത്യത്തെ മനസ്സിലാക്കാൻ പോലും കോൺഗ്രസ് പാർട്ടി കഴിയുന്നില്ലെന്ന് പറഞ്ഞാൽ അവന്മാരുടെ ലക്ഷ്യവും ഉദ്ദേശവും എന്തുമായിരിക്കും ആലോചിച്ചു. ഈ അധികാരം പിടിക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരു പൊളിറ്റിക്സിനെ എന്താ പറയുക, ഒരു ബ്യൂട്ടിഫുള്ളായി മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ഉദ്ദേശം കൂടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് വേണ്ടേ? അത് കാണിക്കുന്നില്ല. അപ്പുറത്ത് നിൽക്കുന്നതാരാ? നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയെ കൗണ്ടർ ചെയ്യാനോ നരേന്ദ്രമോദിയെ ബീറ്റ് ചെയ്യാനോ കഴിയാത്ത സാഹചര്യം കോൺഗ്രസിനുള്ളപ്പോൾ അത്തരമൊരു സ്ഥലത്തേക്ക് ഒരു ഫിഗറായി ഉയർത്തിക്കാട്ടാൻ തരൂരിനെ അവർക്ക് ചെയ്യാവുന്നതാണ്. അവർ ചെയ്യാത്തതിൻ്റെ കാരണം ഈ അസൂയം കുശുമ്പ് കാരണമാണ് ഈ പാർട്ടി സത്യത്തിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാണ്ട് പോയതും. അവിടെ ബ്രിട്ടാസിനെ പറ്റിയൊരു രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ തരൂർ അത് പറഞ്ഞു സ്വീകരിച്ചു. കാരണം എനിക്ക് ഇത്തരം വേദികളിൽ പോകാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ തരൂർ തുടക്കം മുതൽ എടുത്ത സ്റ്റാൻഡ് എന്താണ് ഈ യുദ്ധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. തുടക്കം മുതൽ അദ്ദേഹം എടുത്ത സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനൊപ്പമാണ്, കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തിനൊപ്പമാണ്. അദ്ദേഹം പറഞ്ഞൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഞാൻ രാഷ്ട്രത്തിനൊപ്പമാണ്. രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ, രാഷ്ട്രീയമുണ്ടെങ്കിലേ കക്ഷി രാഷ്ട്രീയമുള്ളൂ. അപ്പം അദ്ദേഹം രാഷ്ട്രത്തിന് വേണ്ടി നിന്നു എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതുകൊണ്ടാണ് കപിൽ സിബൽ ഇന്ന് ശ്രീ തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കോൺഗ്രസ്സുകാരെ തുടരണമെങ്കിൽ കുറച്ചുകൂടെ മര്യാദ പാലിക്കണമെന്ന് തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്കൊക്കെ ഭയമാണെന്നേ? ഈ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്ന ഒരാൾ സത്യത്തിൽ ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലില്ല. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്രൗഡ് പുള്ളറായിട്ടൊക്കെ മാറുമോ? അപ്പോൾ തരൂരിന് അത്തരം ഒരു പൊളിറ്റിക്കൽ ബന്ധം താഴേക്കിടയിൽ ഒന്നുമില്ല. പക്ഷെ അങ്ങനെ ഇല്ലാത്തിട്ട് പോലും അദ്ദേഹത്തെ ഭയക്കുന്ന കോൺഗ്രസ് പാർട്ടി. ഇവിടെ ബ്രിട്ടാസിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണ് CPMൻ്റെ ഒരു ലൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട്? അതിൽ ഞാൻ ഒരു തവണ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുമില്ല. ഈ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് അത് യുദ്ധമാണല്ലോ, ഒരു സംശയമില്ല. ഇവിടെ പാലസ്തീന് വേണ്ടി കവിത രചിക്കുന്നവരാണ് CPMക്കാർ. അപ്പം ഞാൻ ആ യുദ്ധത്തിൽ പാലസ്തീനും ഇസ്രായേൽ യുദ്ധം ചെയ്യുമ്പോൾ ഞാൻ ആരുടെ പക്ഷത്താന്ന് ചോദിച്ചാൽ അവിടെ യുദ്ധം ഉണ്ടാവാൻ പാടില്ല എന്ന് പക്ഷമാണ് എൻ്റേത്. അല്ലാതെ ഇസ്രായേൽ ചെയ്യുമ്പോൾ അത് യുദ്ധവും അത് കൂട്ടക്കുരുതിയും അത് നരഹത്യയും, പാലസ്തീൻ അങ്ങോട്ട് ചെയ്യുമ്പോൾ അവിടെ ഇസ്രായേൽ കയറി ആക്രമിക്കുമ്പോൾ അത് സ്വാതന്ത്ര്യ പോരാട്ടവുമാണെന്ന് കവിത എഴുതുന്ന സഖാക്കന്മാരാണ് നാട്ടിലുള്ളത്. ഒരു സംശയമില്ലല്ലോ ആ വിഷയത്തിൽ. എത്രയോ സെമിനാറുകൾ നടത്തുന്നു. അവർ പറയുകയാണ് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നത് നമ്മുടെ മുറ്റത്ത് ബോംബ് വീഴുമ്പോൾ അറിയാൻ പാടുള്ളൂ എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സാധനമാണ്. അതായത് ഇവിടെ കുറേ വോട്ട് വേണം, അത് വോട്ട് ബാങ്ക് അവർ മനസ്സിലാക്കണം, മുസ്ലിംസ് എന്ന് പറയുന്ന മനുഷ്യർ അങ്ങനെ പൊട്ടന്മാരാക്കാൻ പറ്റുന്ന വിഭാഗമൊന്നും അല്ല ഈ മുസ്ലിംസ്. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ലൈൻ എടുത്തത്. അതാണ് സ്വരാജൊക്കെ പറഞ്ഞത്, അതാണ് ബ്രിട്ടാസ് പറഞ്ഞത്, അതാണ് CPM പറഞ്ഞത്. ശ്രദ്ധിച്ചാൽ മതി, CPMൻ്റെ ഈ പഹൽഗാവുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ അതിനുശേഷം നടത്തിയ നമ്മുടെ തിരിച്ചുള്ള ആക്രമണത്തിലോ ഒന്നും ശ്രദ്ധിച്ചോ രഞ്ജിനി നോക്കിയാൽ മതി. ശ്രീ പിണറായി വിജയൻ്റെ ആവട്ടെ ഇവരുടെ ആവട്ടെ ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റേ ഉള്ള ഒരു പിണറായി വിജയൻ്റെ, അതായത് നിവർത്തികേട് കൊണ്ട് പോസ്റ്റാണ്, അല്ലെങ്കിൽ വലിയ ഫോട്ടോയൊക്കെ ഇടും. ഞാൻ എന്നിട്ട് നോക്കൂ, ആ
പഹൽഗാമിനെ നമ്മൾ തിരിച്ച് അറ്റാക്ക് ചെയ്ത ദിവസം ബന്ധപ്പെട്ട് ഞാൻ തലങ്ങും വിലങ്ങും ശ്രീ പിണറായി വിജയൻ്റെ ഫേസ്ബുക്ക് നോക്കിയിട്ട് എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ നോക്കിയപ്പോഴാണ് തുടക്കം ഇതുമായി ബന്ധപ്പെടാതെ എഴുതിയിട്ട് അവസാനം കൊണ്ടുവന്ന് സൈനികർക്ക് അഭിവാദ്യം എന്ന് പറയുന്നത്. അപ്പം അവർക്ക് ആ രീതിയാണ്. അവിടെയാണ് ബ്രിട്ടാസിനെ ആ കേന്ദ്ര സംഘത്തിലേക്ക് എടുത്തിരിക്കുന്നത്. ബ്രിട്ടാസിനെ അവിടെ പോയിട്ട് എന്ത് പറയണം? ഇതൊക്കെ പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഇന്ത്യയുടെ വിദേശ നയത്തെപ്പറ്റി പറയണം, ആക്രമിച്ചത് ഭീകരന്മാരെയാണ് കൊന്നതെന്ന് പറയണം, പാകിസ്ഥാൻ തീവ്രവാദ രാഷ്ട്രമാണെന്ന് പറയണം, നരേന്ദ്രമോദിയും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണകർത്താക്കളും കൃത്യമായ നയങ്ങളും തീരുമാനം എടുത്തു എന്ന് പറയണം. ഇതൊക്കെ പറയുക. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് രണ്ട് വിഭാഗം കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നതിനപ്പുറത്തേക്ക് ഞാനിപ്പം ആ വിഷയത്തെ കാണുന്നത് എങ്ങനെയാണ്, ഇത് രാഷ്ട്രസങ്കല്പത്തിനകത്ത് നിൽക്കേണ്ട ഒരു കാര്യമാണ്. ദേശീയത എന്ന് പറയുന്നത് മാനവികതയ്ക്കപ്പുറം അല്ല ദേശീയതയെങ്കിലും ഒരു രാഷ്ട്രമെന്ന നിലയിൽ പരമാധികാരം നിൽക്കുന്ന ഒരു രാഷ്ട്രത്തെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ, ചുറ്റും ആക്രമിക്കുമ്പോൾ അല്ലേ, അതിനെ ഫൈറ്റ് ചെയ്യാനുള്ളൊരു കേവലമായിട്ടുള്ളൊരു ധാർമ്മികത നമുക്കുണ്ട്. അപ്പോൾ രാഷ്ട്രത്തിനൊപ്പം നിൽക്കുക, സൈനികർക്കൊപ്പം നിൽക്കുക, സൈന്യം പറയുന്നത് കേൾക്കുക, രാഷ്ട്ര തലവന്മാർ പറഞ്ഞു കേൾക്കുക എന്നുള്ളതാണ് എൻ്റെ പൊളിറ്റിക്സ്. ഞാൻ അങ്ങനെ തന്നെയാണ്. പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, പഹൽഗാമിലെ ഭീകരർ എവിടെ? ഇന്നും ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റ് വന്നു, എന്താണ് ഇതിൽ എത്ര തോക്ക് പൊട്ടിയത്, എത്ര വിമാനങ്ങൾ. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു അവസരത്തിൽ അദ്ദേഹം പ്രയോഗിച്ചത് എന്തുമാത്രം ശരിയുണ്ട്. മാത്രമല്ല ഇതിന് മുന്നേ കൂട്ടി പാകിസ്ഥാനെ അറിയിച്ചിരുന്നു. പാകിസ്ഥാൻ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിവ് കൊടുത്തിരുന്നു എന്നുള്ള തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ അത് കൃത്യമായിട്ട് പാകിസ്ഥാൻ അത് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇടുന്ന സോഷ്യൽ മീഡിയ ആണ്. നമ്മൾ ഇവിടെ ഇരുന്നിരുന്ന ഏതൊരു കാര്യവും ഏതൊരു വീഡിയോയും രാജ്യം മുഴുവനും രാജ്യത്തിനപ്പുറവും കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ നമുക്കിടെ ഇന്ത്യക്ക് അടിക്കാൻ കൊടുക്കുന്ന ഒരു വടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. അല്ല, തീർച്ചയായിട്ടും. ഇപ്പം നയതന്ത്ര വിഷയത്തിൽ ഒരു മീറ്റിംഗ് വരുമ്പോൾ പാകിസ്ഥാൻകാർ കൊണ്ടുവരാൻ പോകുന്നത് ഈ വീഡിയോസും ഈ ഫോട്ടോസും ഒക്കെ ആയിരിക്കും. എന്താണ് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഞങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നു എന്ന് പറയും. ഇവിടെ CPM-ന്റെ നേതാവിനെ നമുക്കിവിടെ വലിയ വിലയൊന്നും ഇല്ലെങ്കിലും ഇവർ പാകിസ്ഥാൻകാർ നിങ്ങളുടെ രാജ്യത്തെ ഒരു നേതാവ് അല്ലേ, ഇന്ന പാർട്ടിയുടെ നേതാവ് എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. അതായത് യുദ്ധം ചെയ്യുമ്പോൾ പുറത്തുള്ള ശത്രുവിനെതിരെ യുദ്ധം ചെയ്യണം, അകത്തിരിക്കുന്നവർക്ക് എതിരെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എൻ്റെ നിലപാടിങ്ങനെയാണ്, ചോദ്യങ്ങൾ ചോദിക്കണം, ഒരു സംശയവുമില്ല. അത് ജനാധിപത്യ രാജ്യത്ത് ചോദ്യങ്ങൾ ചോദിക്കണം, റൈറ്റ് ഉണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് അഭിപ്രായങ്ങൾ പറയുകയും ഉത്തരങ്ങൾ ലഭിക്കുകയും വേണം. പക്ഷെ അത് എപ്പോൾ ചോദിക്കണം, അതാണ് ആ കോമൺ സെൻസ്. അത് ചോദിക്കേണ്ട സമയം എപ്പോൾ. പാർലമെന്റ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞു. പാർലമെന്റ് വിളിച്ചുകൂട്ടി ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ പാർലമെന്റ് ചർച്ച ചെയ്തിട്ട് എന്തായാലും നമ്മൾ പാകിസ്ഥാൻ പാർലമെന്റ് കണ്ടില്ലേ, അവിടുത്തെ പ്രതിരോധ മന്ത്രിക്കെതിരെയൊക്കെ അവർ സംസാരിക്കുന്നത്. അവിടെ പാർലമെന്റ് കൂടിയതുകൊണ്ടാണ് ആ അവഹേളനം നമ്മൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ സംഭവിക്കാതിരുന്നത്. അപ്പം ചോദ്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഇതിനകത്ത് സെക്യൂരിറ്റി വീഴ്ച അതൊരു വലിയ വിഷയമാണ്. അവിടെ സംഭവിച്ച സെക്യൂരിറ്റി വീഴ്ച എന്ന് പറയുന്നത്, പഹൽഗാം പോലെ ഒരു സ്ഥലത്ത് ഇത്ര പെട്ടെന്ന്, അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് 2:45 ആദ്യം വെടിപൊട്ടുന്നത്. അതായത് ആദ്യത്തെ വെടിവെച്ച വരുന്നത് 2:45. 3:30 മണിയോടുകൂടിയാണ് ഒരു പോലീസുകാരൻ ഈ സംഭവ സ്ഥലത്തേക്ക് വരുന്നത്. അതിനുശേഷമാണ് സൈനികർ വന്നത്. അപ്പോൾ നമ്മളെന്താ എന്നും കേട്ടിട്ടുള്ളത്, കണ്ടിട്ടുള്ളത് എന്താണ്, മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്, പട്ടാളത്തിൻ്റെ വലിയ സർവൈലൻസ് ഉള്ളൊരു ഏരിയയാണ് അല്ലേ, മിലിറ്ററി ഓഫീസേഴ്സ് ഒക്കെ ഉള്ള എപ്പോഴും ഒരു വളരെ തിളച്ചു മറിയുന്ന ഒരു സ്ഥലമായിട്ടാണ് കാശ്മീരിനൊക്കെ നമ്മുടെ മുമ്പിൽ തന്നിരിക്കുന്നത്. അവിടെ ഒരു വെടി പൊട്ടിയിട്ട് ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. പക്ഷെ അത് രാജ്യത്തിനെതിരല്ല, അത് ഇവിടെ ഉള്ളവർ പറഞ്ഞ് ചെയ്യിപ്പിച്ച എന്നൊക്കെയുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് ആ മരിച്ചു പോയവർക്കെതിരെ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സെക്യൂരിറ്റി വീഴ്ച ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രഞ്ജിനി നോക്കൂ, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം എല്ലാ വിധത്തിലും ചുറ്റും എല്ലാ സംവിധാനവും നിൽക്കുന്നതാണ്. അവരാണല്ലോ ഈ കണ്ടുപിടുത്തങ്ങളുടെ ആശാന്മാരെന്ന് പറയുന്നത്. 23-ൽ ഇസ്രായേലിന് ഉള്ളിലേക്ക് ഹമാസ്കാർ കടന്ന് അകത്ത് കയറി ഇസ്രായേൽ സൈനികരെ വധിക്കുന്നത് നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അവിടെ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായില്ലെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ അങ്ങ് പാക്ഡ് ആയിട്ടും അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുന്നതൊന്നും പറ്റിയൊന്നും വരത്തില്ല. അപ്പോൾ ഇവിടെ സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായി, അത് ആരുടെ ഭാഗത്തുണ്ടായി, അത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം രാജ്യത്തെ സൈനികരുടെ അവരുടെ മനഃശക്തിയും അല്ലെങ്കിൽ രാജ്യത്തെ നയിക്കുന്നവരെ പബ്ലിക്കിൻ്റെ വിദേശ രാജ്യങ്ങൾ അവഹേളിക്കുക എന്നുള്ളതല്ല. അത് ഒരു ചീപ്പ് പൊളിറ്റിക്സ് ആണ്. അതുകൊണ്ട് തരൂരിൽ ഇതിനകത്ത് ഏറ്റവും ബ്യൂട്ടിഫുള്ളായി ലൈൻ എടുത്തത് തരൂരാണ്. തരൂർ തുടക്കം മുതൽ പറയുന്നത് എങ്ങനെയാണ്, ഇതൊന്നും ഈ സമയത്തല്ല പറയേണ്ടത്, ഈ സമയത്തല്ല ചർച്ച ചെയ്യേണ്ടത് പറയുന്നത്. അതിന് തരൂരിന് കിട്ടിയ അർഹതയുടെ അംഗീകാരമായിട്ട് അതിനെ കാണുന്നു. അത് പൊളിറ്റിക്സ് ആണല്ലോ. ബ്രിട്ടാസ് ഇനിയിപ്പോൾ ഈ ഒരു രാജ്യാന്തര തലത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ചോദിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ പറയുന്ന കാര്യങ്ങളും സ്റ്റേറ്റ്മെന്റും ഒക്കെ നമുക്ക് എന്തായാലും അറിയാൻ ഊഹിക്കാം, അത് അറിയാൻ സാധിക്കുമായിരിക്കാം. അങ്ങനെയെങ്കിൽ അതൊരു CPM നേതൃത്വത്തെ വല്ലാണ്ട് ബാധിക്കില്ലേ? ഇന്നലെ ഇപ്പൊ അവർ പറഞ്ഞല്ലോ, അത് അവർ 2 ലൈൻ, അവർ പൊളിറ്റിക്കൽ ലൈൻ എടുത്തല്ലോ. അവിടെയും സത്യത്തിൽ അവിടെയും മണ്ടന്മാർ കോൺഗ്രസ്സുകാരാണ്. അവിടെ തരൂരിനെ ഒറ്റിക്കൊടുക്കാനാണ് വരുന്നത്. പക്ഷേ ഇന്നലെ CPM അതിൽ പറഞ്ഞിരിക്കുന്നു, ഇതൊരു രാജ്യാന്തര വിഷയം എന്ന നിലയിൽ ഞങ്ങൾക്ക് കിട്ടിയ ഒരു അവസരത്തെ എന്ന് പറഞ്ഞാൽ അവരതിനെ അപ്പോഴേ തിരിച്ചിട്ടു, വെള്ളപൂശിക്കൊണ്ടു അവർ അത് വരും. പക്ഷേ കോൺഗ്രസ്സുകാർ അപ്പോഴും തരൂരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇന്ന് കപിൽ സിബൽ ഇന്നലെ വിമർശിച്ചിരിക്കുന്നു,
കപിൽ സിബൽ അല്ല, ജയറാം രമേശ് വിമർശിച്ചിരിക്കുന്നു, തിരുവഞ്ചൂര് വിമർശിക്കുന്നു. അപ്പം CPM ഇനിയും ഇതിൻ്റെ ബ്രിട്ടാസ് പറയുന്നത്, എന്നിട്ട് അവർ ഒരു കുറച്ച് കഴിയുമ്പോൾ അവർ പറയും, പണ്ട് ഗോവിന്ദൻ മാസ്റ്റർ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ നയമല്ല സർക്കാരിൻ്റെ നയം. അതായത് ഈ സ്വകാര്യ സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അവരോട് ചോദിച്ചു, നിങ്ങളുടെ പണ്ട് സ്വകാര്യ സർവകലാശാലയ്ക്കെതിരെ നിങ്ങൾ നിന്നു, ഇപ്പോൾ നിങ്ങളതിനെ അനുവദിച്ചു. അദ്ദേഹം പറഞ്ഞൊരു ഇൻ്റർവ്യൂ ആണ്, ഞാൻ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളുടെ നയമല്ല സർക്കാരിന്. അപ്പോൾ ഉടനെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നില്ല, നിങ്ങളുടെ അല്ലേ സർക്കാർ? അല്ല, സർക്കാർ വേറെ പാർട്ടി വേറെ. അപ്പോൾ അവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ് ആൾക്കാരെ പൊട്ടനാക്കാൻ കഴിയുന്ന ചില സൈദ്ധാന്തിക പരിപാടിയൊക്കെ ഉണ്ട്. ഈ വിഷയത്തിൽ അവരതൊക്കെ തന്നെ പറഞ്ഞ് അവരുടെ അണികളെ അവരങ്ങനെ പിടിച്ചു നിർത്താൻ അവർക്ക് അതിനുള്ള തന്ത്രമുണ്ട്. ഈ പൊട്ടന്മാരൊക്കെ അത് വിശ്വസിക്കുകയും ചെയ്യും. അവർ പറയും ബ്രിട്ടാസ് അവിടെ പോയി പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ കൊണ്ടു നടക്കാനുള്ള സംവിധാനം ആ പാർട്ടിക്കുണ്ട്. കോൺഗ്രസിന് അതുമില്ല. കോൺഗ്രസ് സംഭവിക്കുന്നത് എന്താണ്? അർഹതയുള്ളവർക്ക് സ്പേസ് കിട്ടത്തില്ലെന്നൊരു മെസ്സേജ് പുറത്തോട്ട് പോകും. കോൺഗ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് ഇത്തരത്തിലുള്ള ആൾക്കാർ കടന്നു വരാതിരിക്കുന്നത് സത്യത്തിൽ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. അത് അവർ മനസ്സിലാക്കട്ടെ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. തരൂരിന്റെ നിലപാട് ഇനി എന്തായിരിക്കും? അത് തരൂർ തുടക്കം മുതൽ ഈ വിഷയത്തിൽ നിലപാട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. അതൊക്കെ, പക്ഷേ ഈ ഒരു വിഷയത്തിനപ്പുറം രാഷ്ട്രീയപരമായിട്ട് ഇപ്പം കോൺഗ്രസിൽ നിൽക്കുന്ന ഒരു നേതാവാണ്, BJP-യിലോട്ട് ഒരു ചായ്വ് ഉണ്ടോ എന്നുള്ളത് ഒരു ആശങ്കാജനകമായിട്ടുള്ള കാര്യമാണ്. ഇന്നിപ്പോൾ VD സതീശൻ്റെ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് ഇല്ല, അങ്ങനെയല്ല, അത് നിങ്ങൾ കേന്ദ്രത്തോട് ചോദിക്കുക, ഞങ്ങളോടല്ല ചോദിക്കേണ്ടത്. അദ്ദേഹം കേരളത്തിൻ്റെ ഇതല്ല, കേന്ദ്രത്തിലാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇപ്പോൾ ചുവട് മാറുമോ ശശി തരൂർ? അല്ല, അത് എനിക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം അങ്ങനെ പോകില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ കാരണം, തരൂർ എഴുതിയൊരു പുസ്തകമുണ്ട്, വൈ ഐ ആം ഹിന്ദു എന്ന് പറയുന്ന പുസ്തകമുണ്ട്. ഇപ്പം നമ്മൾ ഹിന്ദുത്വം ഇത് രണ്ടും ചർച്ച ചെയ്യുന്നുണ്ട്. BJP-യുടെ ഹിന്ദുത്വമാണെന്നും ഇന്ത്യ ഒരു ഹിന്ദു ഫീലുള്ള രാജ്യമാണെന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ ഹിന്ദുത്വ അജണ്ടയും ഒരു ഹിന്ദു ആയിരിക്കുന്ന നമ്മളെ വ്യത്യാസം എന്താണെന്നുള്ള സത്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് എന്നല്ല, ഈ പലർക്കും അറിയത്തില്ല. അതിനെ കൃത്യമായി ഡിഫൈൻ ചെയ്ത ആളാണ് തരൂർ. എൻ്റെ ഹിന്ദുത്വം എന്താണ്, അത് BJP-യുടെ ഫാസിസത്തിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് കൃത്യമായിട്ട് ആ പുസ്തകത്തിൽ പറഞ്ഞ് എഴുതി വെച്ചൊരു മനുഷ്യനാണ് ശശി തരൂർ. അതുകൊണ്ട് അദ്ദേഹം ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുമെന്ന് അതൊരു ആത്മഹത്യാപരമായ പ്ലാറ്റ്ഫോം ആയിരിക്കാം. അങ്ങനെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മുമ്പേ പോകാമല്ലോ. അദ്ദേഹം ഇതിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതെനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയൊരു സ്റ്റേറ്റ്മെൻറ്റ്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കുള്ള കഴിവുകളെ പറ്റിയൊക്കെ എനിക്ക് നല്ല ബോധ്യമുണ്ട്. അത് സ്റ്റേറ്റ്മെൻറ്റ്, എനിക്കുള്ള കഴിവുകളെ പറ്റി നല്ല ബോധ്യമുണ്ട് എന്ന് പറഞ്ഞൊരാൾ BJP-യുടെ പ്ലാറ്റ്ഫോമിൽ പോകുമെന്ന് തോന്നുന്നില്ല. അദ്ദേഹം ഈ കോൺഗ്രസ് പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നുകൊണ്ട് ഇവരുടെ ഈ കാപട്യം, പലപ്പോഴും സൂര്യനെ നമുക്ക് ഒരുപാട് കാലമൊന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അതല്ലേ നിങ്ങൾ ഇപ്പം രഞ്ജിത്ത് നോക്കൂ, ഈ വിഷയം ബന്ധപ്പെട്ട് ഇനി എത്രയോ ചർച്ചകളിൽ തരൂർ ഓരോ ദിവസവും മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കാൻ പോവുക, ശരിയല്ലേ? അത് തരൂരിന് കിട്ടാൻ പോകുന്ന ഒരു വലിയ അംഗീകാരമാണ്. ശരിക്കും ഇന്നത്തെ ദിവസം തന്നെ തരൂരിന്റെ മുമ്പിൽ കോൺഗ്രസ് മുട്ടുമടക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർക്ക് അതിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ട്രാപ്പിലാക്കി. ഇനി തരൂർ പറയാൻ പോകുന്നത് എല്ലാം കോൺഗ്രസിന്റെ നയമായിട്ട് വരുമല്ലോ. രാജ്യാന്തര തല BJP അങ്ങനെ കൊണ്ടുവരുമല്ലോ, ഒരു നരേഷൻ കൊണ്ടുവരുമല്ലോ. അതാണ് തരൂർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പറഞ്ഞ് നരേഷൻ കൊണ്ടുവരും. അതുകൊണ്ട് ഇതൊരു പൊളിറ്റിക്കൽ ഗെയിമാണ്, നമുക്ക് നോക്കാം. പക്ഷേ തരൂർ BJP-യിലേക്ക് ചേക്കേറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെയാണ് ഇതിന് മുമ്പ് അദ്ദേഹത്തിന് ആകാമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.